ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു വെച്ചാൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ വീഡിയോ ആണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ അടുത്ത വീഡിയോ തന്നെ ഇടുമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിലും അടുത്ത വീഡിയോ തന്നെ അതിനെക്കുറിച്ചായിരിക്കുന്നത്, പക്ഷേ പറ്റിയില്ല. അതിനിടയിൽ വേറെ വീഡിയോസും ഷോർട്സൊക്കെയാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത്, അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മെയിൽ ഐ ഡിനെ കുറച്ചും കൂടി സെക്യൂർഡായി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പറയുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു കോൺടാക്ട് നമ്പറും കൊടുക്കും, പിന്നെ അഡീഷണലായി മെയിൽ ഐ ഡിയും കൊടുക്കും. അപ്പോൾ നോർമലി എങ്ങനെ കൊടുക്കുകയെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മെയിൽ ഐ ഡി യൂസ് ചെയ്തില്ല ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ വേറൊരു മെയിൽ ഐ ഡി കൊടുക്കണം എന്നാണ്. പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ അതേ മെയിൽ ഐ ഡി തന്നെ, ഏതാണോ മെയിൽ ഐ ഡി അതേ മെയിൽ ഐ ഡി തന്നെ വെരിഫിക്കേഷനായിട്ട് കൊടുത്തു. അത് വലിയ മണ്ടത്തരമാണ്. അതാണ് എനിക്കും പറ്റിയത്. അതുകൊണ്ടാണ് എൻ്റെ ചാനലൊക്കെ പോകാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ബുദ്ധിമുട്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഫോൺ കേട് വന്നു എന്ന് വയ്ക്കുക, ടോട്ടലായി പോയി എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഫോൺ എടുത്ത് ലോഗിൻ ചെയ്യണമെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ OTP വരും. നമ്മുടെ കോൺടാക്ട് നമ്പറിലെ OTP നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും, അത് ഓക്കെയാണ്. അതേസമയം നമുക്ക് മെയിൽ ഐ ഡിത്തെ OTP ഈ മെയിലിൽ തന്നെ പോകും. അപ്പോൾ അതൊരു ലൂപ്പ് പോലെയാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രോബ്ലം. നമുക്ക് ആ മെയിൽ ഐ ഡി ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ കുറേ നോക്കി, ഒരു 4-5 മാസത്തോളം നോക്കി, ഒന്നും നടന്നില്ല. അവരും പറയണത് ഇങ്ങനെ ലൂപ്പ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗൂഗിളിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി, അതൊന്നും നടന്നില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫേക്ക് വീഡിയോസൊക്കെ യൂട്യൂബിലും അവർ പറയും ഈ ലിങ്കിൽ കയറണം, വലിയ സൈറ്റിൽ പോകണം, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് പറയണത് ഒരു ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല. സംഭവം എന്താ പറഞ്ഞു വെച്ചാൽ അവരൊരു ട്രാപ്പിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതിലൊന്നും പെടാതിരിക്കണത് ഏറ്റവും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2 മെയിൽ ഐ ഡി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക. നമുക്ക് രണ്ടിലും വെരിഫിക്കേഷൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്താലും ബുദ്ധിമുട്ടാണ്. അതും ലൂപ്പ് പോലെ ആയിരിക്കും. ഫോൺ കേട് വന്നാൽ ഉള്ള പ്രോബ്ലമാണ് ഞാൻ പറയണത്. സപ്പോസ് ഫോൺ കേട് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ പുതിയ ഫോൺ വാങ്ങിയിട്ട് അതിൽ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വരുന്ന OTP ചെയ്യാം. സപ്പോസ് ഫോൺ കേട് വന്നാലുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ 2 മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ രണ്ടിലും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ മെയിലിൽ ഓപ്പോസിറ്റ് ആയിട്ട് വെരിഫിക്കേഷൻ മെയിൽ ആയിട്ട് കൊടുക്കുന്നത് മണ്ടത്തരമാണ്. നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ 2 മെയിൽ ഐ ഡി ഉണ്ടെന്ന് വെച്ചാൽ ഒന്നിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ട് ഒന്നിൽ നോർമലി വെരിഫിക്കേഷൻ കൊടുക്കാണ്ട് വെച്ചാൽ കുഴപ്പമില്ല. ആ കൊടുക്കാത്ത മെയിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്തിട്ട്, പുതിയ ഫോൺ എടുക്കുകയാണെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് അതിനുശേഷം രണ്ടാമത്തെ മെയിൽ ഐ ഡി ഏതിലാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതിൽ നിന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് OTP കിട്ടും. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ പറയണത് നമുക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ വീട്ടുകാരൻ്റെ ആരെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി വെരിഫിക്കേഷനായിട്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിലായിട്ട് അഡീഷണൽ മെയിൽ ഐ ഡി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ എന്തായാലും രണ്ടുപേരുടെയും ഫോണ് അറ്റ് എ ടൈം കേട് വരുന്ന ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇല്ലെങ്കിൽ പറഞ്ഞു വെച്ചാൽ നമ്മൾ 2 ഡിവൈസൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മെയിൽ ഐ ഡി അതിലും ഇതിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചിലവർക്ക് സിസ്റ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ അതിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എളുപ്പമാണ്. അപ്പോൾ എനിക്ക് സിസ്റ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ സിസ്റ്റമോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് വേറെ ഫോണോ എന്തെങ്കിലും യൂസ് ചെയ്യണവരാണെങ്കിൽ അവർക്കും എളുപ്പമാണ്. കാരണം സിസ്റ്റത്തിൽ ലോഗിൻ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഫോൺ കേട് വന്നാലും നമുക്ക് അപ്പം തന്നെ പുതിയ ഫോൺ വാങ്ങി അതിൽ ലോഗിൻ ചെയ്തിട്ട് OTP അതിൽ തന്നെ വരും, അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണതാണ് ഏറ്റവും സേഫ്റ്റി കേട്ടോ. അതുകൊണ്ട് ചെയ്യാതിരിക്കുക പറഞ്ഞു വെച്ചാൽ എളുപ്പത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാക്കിങ് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോർമലി ലിങ്കിലൊക്കെ പോയി തൊട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആക്സസ് അവർ എടുത്ത് കളയണം. അപ്പോൾ അതെന്താ സംഭവം പറഞ്ഞു വെച്ചാൽ നമ്മുടെ പ്രൈവസി ഫുള്ളും ലോസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ലിങ്കിൽ മാക്സിമം കയറാതിരിക്കുക. അറിയാത്ത ആൾക്കാരുടെ കുറേ വിഷസും അങ്ങനത്തെയൊക്കെ വരും, അതൊന്നും ഒഴിവാക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അവർക്കും അറിയില്ല, ചിലപ്പോൾ അവരും ഫോർവേഡ് മെസ്സേജ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യാതിരിക്കുക. മാക്സിമം ലിങ്ക് ഫോട്ടോസടക്കം ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് അറിഞ്ഞത് ഫോട്ടോസിലടക്കം ഇതുവരെ ഹാക്ക് ചെയ്യാം, അറിയാത്ത ആൾക്കാർ ഫോട്ടോസ് വെച്ച് ഓപ്പൺ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണത് കൊണ്ട് നമ്മൾ സേഫ്റ്റി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ലൂപ്പിൽ പെടാണ്ടിരിക്കുക. മാക്സിമം എന്താ പറയുക, നോക്കി ചെയ്യുക. ഇപ്പോൾ ചിലവർ ഇപ്പോൾ തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മെയിൽ ഐ ഡിയിലൊക്കെ അതേ മെയിൽ ഐ ഡി ചെയ്ത് വെച്ചത് എനിക്ക് ആ സമയത്ത് വേറെ മെയിൽ ഐ ഡി ഉണ്ടായിരുന്നില്ല, വേറെ ആരെയും കൊടുത്തുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കേടുവരുന്ന മുന്നേ തന്നെയായിട്ട്
ആ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഏതാണ് മെയിൽ കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്യുക. അത് മറ്റു ആരെയും പരിചയമുള്ള ആളുടെ മെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെയാണ് അബദ്ധം പറ്റിയത്. ഇതുപോലെ ചിലപ്പോൾ വേറെ ആൾക്കും പറ്റി കാണുമായിരിക്കും, ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. ചിലവർ അവർ ഐ ഡി പൂർവ്വം ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയൊരു മണ്ടത്തരമാണ് പറ്റിയത്. അപ്പോൾ മാക്സിമം എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.